നമസ്കാരം. പുതിയൊരു പെൻഷൻ അറിയിപ്പിലേക്ക് സ്വാഗതം. സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ, ക്ഷേമനിധി പെൻഷനുകൾ ഉൾപ്പെടെ വിവിധ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന വിവിധ മേഖലകളിൽ കുടിശ്ശികയായി കിടക്കുന്ന ആനുകൂല്യങ്ങളുടെ വിതരണം ആരംഭിച്ചു. ക്ഷേമ പെൻഷൻകാർക്ക് 3 മാസത്തെ പെൻഷൻ തുകയായ 4800 രൂപ മാത്രം ബാക്കി നിൽക്കുമ്പോൾ നിർമ്മാണ തൊഴിലാളി പെൻഷൻകാർക്ക് 15 മാസത്തോളം വരുന്ന കുടിശ്ശികയാണ് നൽകാനുള്ളത്. പെൻഷൻ മുടങ്ങിയതും നിരവധി ആളാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. മാസം തോറും 1600 രൂപ വീതം വിതരണം ചെയ്യേണ്ട നിർമ്മാണ തൊഴിലാളികൾക്ക് പെൻഷൻ 15 മാസമായിട്ട് കിട്ടുന്നില്ല. നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലേക്ക് തൊഴിലാളികൾ മാസം തോറും 50 രൂപ വീതം അടക്കുന്നുമുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് തുക മുടങ്ങി എന്നാണ് തൊഴിലാളികൾക്ക് സർക്കാരിനോട് ചോദിക്കാനുള്ളത്. ഇതോടൊപ്പം തന്നെ സർക്കാർ ജീവനക്കാർക്ക് ക്ഷമാപനയും ക്ഷമാശ്വാസവും കൊടുത്തു തീർക്കാനുമുണ്ട്. പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ 4ാം ഗഡു അനുവദിച്ചാണ് സർക്കാർ ഉത്തരവിറക്കിയത്. ധനപെൻഷൻ വകുപ്പിൽ നിന്നാണ് ഉത്തരവിറങ്ങിയത്. പെൻഷൻ കുടിശ്ശിക വിവിധ ഘട്ടങ്ങളിലായിട്ട് വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. 2 ഗഡു ഒരുമിച്ച് വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ 1 ഗഡു മാത്രമാണ് വിതരണം ചെയ്യുന്നത്. അതായത് 4ാമത്തെ ഗഡു ഫെബ്രുവരി മാസം തന്നെ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കി. ഫെബ്രുവരി മാസത്തിൽ തന്നെ പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ അവസാനത്തെ ഗഡുവും വിതരണം ചെയ്യുമെന്ന് അറിയിച്ചു. ഇതോടെ 11ാം പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ മുഴുവനും ഗഡു വിതരണം ചെയ്യും. മുഴുവനായിട്ടുള്ള ഗഡുവും ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നതാണ്. വരും ദിവസങ്ങളിലെ വിശദമായ അറിയിപ്പിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.